ഹലോ നമസ്കാരം. ഐ ആം മുസ്തഫ ഫ്രം ഫിറ്റാക്ട് IT ക്ലബിലേക്ക് സ്വാഗതം. നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ കുറച്ച് ട്രേഡ് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻ്റർഫേസൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഓരോ കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അത് നമ്മളെ മൊബൈൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ആദ്യം ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനായി നമുക്കൊരു ആപ്പ് വേണം. അതായത് ഫോറക്സ് ട്രേഡിലുള്ള അസറ്റുകൾ വാങ്ങാനും വിൽക്കാനും നമുക്കൊരു ബ്രോക്കറുടെ സഹായം ആവശ്യമാണ്. നമുക്ക് അസറ്റുകൾ വാങ്ങാനും വിൽക്കാനും ഒരു ആപ്പ് ആവശ്യമാണ് അല്ലേ. അപ്പോൾ ആ ആപ്പ് ആദ്യം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. നമ്മളിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ആ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു വന്നു. അതിനുശേഷം ഇവിടെ സെർച്ചിൽ പോയിട്ട് നമുക്കൊരു ആപ്പ് വേണം. നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ആപ്പാണ്, അതായത് ആൻഡ്രോയിഡിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് മെറ്റാട്രേഡർ 5 എന്നുള്ളത്. അപ്പോൾ അതിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. മെറ്റാട്രേഡർ 5 ഉണ്ട്, 4 ഉണ്ട്. നമ്മളിവിടെ 5 ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. മെറ്റാട്രേഡർ 5 എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അവിടെ ഇതേ രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ രണ്ടാമത് താഴെ കാണാം മെറ്റാട്രേഡർ എന്നുള്ളത്. അതിൽ നമ്മൾ ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 22 MB സൈസാണുള്ളത്. അപ്പോൾ അത് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൗൺലോഡായി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾഡ് എന്ന് കാണാം. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യണം. ഒന്നുകിൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം. അവിടെ ഓപ്പണായി വന്നു. ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതേ രീതിയിൽ ഒരു എഗ്രിമെൻറ്റ് നമ്മളോട് ചോദിക്കും. അതിൽ ആക്സെപ്റ്റ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഓപ്പണായി വരികയാണ്. അപ്പോൾ നമുക്കിതിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണോ എന്ന് ചോദിക്കും. ഒരു ഡെമോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണോ എന്ന് ചോദിക്കും. അത് ഇവിടുന്ന് നമ്മൾ ഓപ്പൺ ആൻ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളോട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഫസ്റ്റ് നെയിം കൊടുക്കണം, സെക്കൻഡ് നെയിം കൊടുക്കണം, ഫോൺ നമ്പർ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇവിടെ മെയിൽ ID, ഇവിടെ മെയിൽ ID കൊടുക്കുക. അക്കൗണ്ട് ഇൻഫർമേഷനിൽ ഏത് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിലൊക്കെ കൊടുക്കണം. നമുക്ക് ഓരോന്നായിട്ട് കൊടുത്തു നോക്കാം. അത് ഇവിടുന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യും. ഇനി നമ്മൾ ഇത് ബാക്ക് അടിച്ചു എന്ന് വിചാരിക്കാം. നമ്മളവിടുന്ന് കൈ തട്ടി എങ്ങാനും മിസ്സായിപ്പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ആപ്പ് നമ്മൾ ക്ലോസ് ചെയ്യാം. നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നു. ഇനി രണ്ടാമത് ആ ആപ്പ് ഓപ്പൺ ചെയ്യാൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ ഇവിടെ ഉണ്ട്. മെറ്റാട്രേഡർ 5 എന്നുള്ളത് നമ്മുടെ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ ആപ്പ് വിൻഡോയിലോ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പണായി വന്നു. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഈ രീതിയിലാണ് ആപ്പ് വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും മുകളിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളതുണ്ട്. ഇതിൽ നമ്മൾ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കൊരു ബ്രോക്കറുടെ സഹായം ആവശ്യമാണ് അസറ്റുകൾ വാങ്ങാൻ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയും. ഇവിടെ നമ്മൾ ബ്രോക്കർ ഇല്ലാതെ ഒരു ഡെമോ അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിനിവിടെ മെറ്റാ കോഴ്സ് ലിമിറ്റഡ് എന്നുള്ളതിൻ്റെ ഈ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൽ ലോഗിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കേണ്ട ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ അക്കൗണ്ടുകളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പുതിയതായിട്ട് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ അക്കൗണ്ടുകളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല, പുതിയതൊന്നും ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പൺ എ ഡെമോ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണിച്ച അതേ വിൻഡോ തന്നെ വന്നിട്ടുണ്ട്. അവിടുന്ന് നേരിട്ട്, അതായത് ഫസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ വിൻഡോ വരും. അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എടുക്കുന്ന സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി പറയാം. നമ്മൾ ആപ്പ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ മെറ്റാട്രേഡർ 5 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് വരും. ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മെറ്റാ കോഴ്സ് ലിമിറ്റഡ് എന്നുള്ള ഈ ലിങ്കിൽ മെറ്റാ കോഴ്സ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്യുക, ലോഗിനും പാസ്വേഡൊക്കെ കൊടുത്തിട്ട്. അല്ലെങ്കിൽ ഓപ്പൺ എ ഡെമോ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഇവിടെ പേര് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ പേര് കൊടുത്തു. നമ്മൾ ഇവിടെ സെക്കൻഡ് നെയിം കൊടുത്തു.
നമുക്കൊരു പേര് കൊടുക്കാം. ഇവിടെ നമ്പർ കൊടുക്കുന്നു 1888. അതിനുശേഷം ഇവിടെ 91 കൂട്ടിയിട്ട് കൊടുക്കണം. 919388001888 എന്നുള്ള രീതിയിൽ കൺട്രി കോഡ് അടക്കം കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇവിടെ മെയിൽ ID കൊടുക്കാം. muttunazar@gmail.com. എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം അക്കൗണ്ട് ഇൻഫർമേഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾ, യൂസ്ഡ് ഹെഡ്ജ് ഇൻ ട്രേഡിംഗ് എന്നുള്ളിടത്ത് ഇവിടെ സെർവർ ഉണ്ട്. അതുപോലെ അക്കൗണ്ട് ടൈപ്പ് ഉണ്ട്. അക്കൗണ്ട് ടൈപ്പ് ഇവിടെ നമ്മൾ USD സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇത് താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഡെപ്പോസിറ്റ് 3000 GBP എന്ന് കാണാം. അതായത് ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ടാണ്. നമ്മൾ USDയിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ ഇവിടെ USD സെലക്ട് ചെയ്യുക. USD ആണ് നല്ലത്. നമ്മൾ USD സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡെപ്പോസിറ്റ് 3000 USD എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ലിവറേജ് കാണാം. ലിവറേജ് 1:1 മുതൽ 1:500 വരെയുണ്ട്. അതായത് നമ്മൾ $1 കൊണ്ട് ഒരു ഡോളറിൻ്റെ സാധനം വാങ്ങുകയാണെങ്കിൽ 1:1 എന്നുള്ളത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിവിടെ 1:10 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ $1 കൊടുത്താൽ $10 അസറ്റുകൾ നമുക്ക് വാങ്ങാൻ കഴിയും. ഇവിടെ 1:100 കൊടുക്കുകയാണെങ്കിൽ $1 നമ്മളെ കയ്യിലുണ്ടെങ്കിൽ $100 അസറ്റ് വാങ്ങാം. അതായത് നമുക്ക് കറൻസി വാങ്ങുമ്പോൾ $100 വാങ്ങണമെങ്കിൽ $1 ഉണ്ടായാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ലിവറേജ് എന്ന് പറയുന്ന അതാണ്. ഇവിടെ 500 കൊടുക്കുകയാണെങ്കിലോ നമ്മളെ കയ്യിൽ $1 ഉണ്ടെങ്കിൽ $500 സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇതിൽ 500 അല്ലെങ്കിൽ എന്ത് ചെയ്യുക 100 ഈ രീതിയിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഏതാണ് നല്ലത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. ഇവിടെ നമ്മൾ 1:100 എന്നുള്ളത് കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ എത്രയാണ് ഡെപ്പോസിറ്റ് നമ്മളിവിടെ 10,000 സെലക്ട് ചെയ്യുന്നു. 10,000 സെലക്ട് ചെയ്യുന്നു. അപ്പോൾ 10,000 USD നമ്മുടെ അക്കൗണ്ടിലുള്ളത് പോലെ നമുക്ക് ട്രേഡ് ചെയ്യാം. അവിടെ 1:100 ആയതുകൊണ്ട് 10,000 × 100 എന്ന് പറയുമ്പോൾ $10 ലക്ഷം ട്രേഡ് എടുക്കാൻ കഴിയും. അതായത് നമ്മുടെ അക്കൗണ്ടിലുള്ളത് $10,000 ആണ്. നമുക്ക് ലിവറേജ് ഉള്ളത് 1:100 ആണ്. അതുകൊണ്ട് ഈ 10,000ൻ്റെ 100 ഇരട്ടി നമുക്ക് സാധനം വാങ്ങാം. അതായത് $10 ലക്ഷം സാധനങ്ങൾ നമുക്ക് വാങ്ങാം എന്നുള്ളതാണ്. ഇനി നമ്മളിതിൽ ഇവിടെ ആക്സെപ്റ്റ് എന്നുള്ള ഇത് ടിക്ക് ചെയ്യുന്നു. ഒരു അഗ്രിമെൻ്റൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ലോഗിൻ്റെ ID, പാസ്വേഡ്, മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഡൺ അടിക്കുന്നു. അപ്പോൾ ഇവിടെ പേര്, സെക്കൻഡ് നെയിം, അക്കൗണ്ട് ടൈപ്പ്, ഡെപ്പോസിറ്റ്, ലോഗിൻ ID, അതുപോലെ പാസ്വേഡ് ഒക്കെ കാണാം. ഇവിടെ ഡൺ അടിക്കുന്നു. അപ്പോൾ അത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, അത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ അത് കണക്റ്റായി. ഇനി കോഡ്സിൽ പോയി നോക്കാം. നമുക്ക് കോഡ്സിൽ പോയി നോക്കിയാൽ അതായത് ഇവിടെ നമുക്ക് ഓരോരോ അസറ്റുകൾ കാണാം. ഇവിടെ കണ്ടോ യൂറോ USD, അതായത് USD കൊടുത്തിട്ട് യൂറോ വാങ്ങുക എന്നുള്ളതാണ്. ഇവിടെ GBP USD കൊടുത്തിട്ട് ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് വാങ്ങാം. അതുപോലെ USD CHF എന്നുള്ളത്, അതായത് സ്വിസ് ഫ്രാങ്ക് കൊടുത്തിട്ട് നമുക്ക് $US വാങ്ങാം. USD JPY ജപ്പാനീസ് യെൻ കൊടുത്തിട്ട് US കറൻസി ആയിട്ടുള്ള ഡോളർ വാങ്ങാം എന്നുള്ള. ഇങ്ങനെ ഓരോന്നും നമുക്കിവിടെ കാണാൻ കഴിയും. AUD USD എന്ന് പറഞ്ഞാൽ USD കൊടുത്തിട്ട് $US കൊടുത്തിട്ട് ഓസ്ട്രേലിയൻ ഡോളർ വാങ്ങാം എന്നുള്ളതാണ് AUD USD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് ഓരോന്നും കാണാം. USD കനേഡിയൻ ഡോളർ കൊടുത്തിട്ട് $US വാങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ അസറ്റുകൾ ഇവിടെ ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. ഈ കറൻസികളാണ് നമ്മൾ വാങ്ങി വിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇവിടെ 2 കറൻസികളുടെ പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 കറൻസികളുടെ പേര് കൂട്ടിയിട്ടാണ് നമ്മൾ കറൻസി പെയർ എന്ന് പറയുന്നത്. അതായത് ഒരു കറൻസി കൊടുത്തിട്ട് രണ്ടാമത്തെ കറൻസി വാങ്ങുക ചെയ്യുക. അപ്പോൾ USD എന്ന് പറഞ്ഞാൽ US ആണ്. യൂറോ വാങ്ങാൻ വേണ്ടി USD കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ USD എത്ര കൊടുക്കണം ഒരു യൂറോ വാങ്ങാൻ എന്നുള്ളതാണ് അതിൻ്റെ പ്രൈസ് ഇവിടെ കാണാം.
ഇവിടെ 1.0611 എന്ന് പറഞ്ഞാൽ $1.0612 കൊടുക്കണം, $2 കൊടുക്കണം ഒരു യൂറോ വാങ്ങാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ USD/JPY എന്ന് കാണാം. അതായത് ജപ്പാനീസ് യെന്ന് കൊടുത്ത് USD വാങ്ങുകയാണ്. 155.04 ജപ്പാനീസ് യെന്ന് കൊടുത്താലാണ് ഒരു USD കിട്ടുക. അതാണ് USD/JPYയുടെ മൂല്യം, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ്. അതാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് കറൻസി പെയർ പറഞ്ഞു, 2 കറൻസികൾ, ഒരു കറൻസി കൊടുത്തിട്ട്, അതായത് രണ്ടാമത് എഴുതിയ കറൻസി കൊടുത്തിട്ട് ഫസ്റ്റിലെ കറൻസി വാങ്ങും. അപ്പോൾ ഈ 2 കറൻസികളെയും കൂടി കൂട്ടി പറയുന്നതാണ് കറൻസി പെയർ എന്നുള്ളത്. അപ്പോൾ യൂറോ USD എന്ന് പറഞ്ഞാൽ USD കൊടുത്തിട്ട് യൂറോ വാങ്ങുക, ഇവിടെ USD കൊടുത്തിട്ട് ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് വാങ്ങുക, ഇവിടെ ജപ്പാനീസ് യെന്ന് കൊടുത്തിട്ട് USD വാങ്ങുക, അതുപോലെ USD കൊടുത്തിട്ട് ഓസ്ട്രേലിയൻ ഡോളർ വാങ്ങാം. ഈ രീതിയിലാണ് നമ്മൾ കറൻസി പെയർ പറയാം. ഇങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കറൻസി പെയർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൂല്യമുള്ള കറൻസി ആദ്യം എഴുതും, അതായത് വില കൂടുതലുള്ള കറൻസി ആദ്യം എഴുതും. അപ്പോൾ യൂറോക്കാണ് ഇതിൽ വില കൂടുതൽ, അതുകൊണ്ട് യൂറോ USD എന്ന് എഴുതി. ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ടിനാണ് വില കൂടുതൽ USD-യേക്കാൾ, അതായത് അമേരിക്കൻ ഡോളറിനേക്കാൾ, അതുകൊണ്ട് GPB എന്നുള്ളത് ആദ്യം എഴുതി. ഇവിടെ ജപ്പാനീസ് യെന്നിനേക്കാൾ വില കൂടുതൽ എന്തിനാണ്? USD-ക്കാണ്, അത് USD/JPY എന്ന് എഴുതി. ഇവിടെ ആസ്ട്രേലിയൻ ഡോളറിനാണ് വില കൂടുതൽ, അതുകൊണ്ട് AUD USD എന്ന് എഴുതി. അപ്പോൾ വില കൂടുതലുള്ളത് ആദ്യം എഴുതുക എന്നുള്ളതാണ് കറൻസി പെയറിൽ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ കറൻസി പെയറിൽ 2 കറൻസി ഉണ്ടെന്നും വില കൂടുതലുള്ളത് ആദ്യം എഴുതുമെന്നും നമ്മൾ പറഞ്ഞു. അതിനുശേഷം മറ്റൊന്നും നമുക്ക് ഇതിൽ പറയാനുള്ളത്, ഒരു കറൻസി പെയറിൽ ആദ്യം എഴുതുന്ന കറൻസിയെ ബേസ് കറൻസി എന്നും രണ്ടാമത് എഴുതുന്ന കറൻസിയെ കോഡ് കറൻസി എന്നും പറയും. അതായത് കോഡ് കറൻസി കൊടുത്തിട്ട് ബേസ് കറൻസി വാങ്ങുക ചെയ്യുക. അതാണ് നമ്മൾ GBP USD കൊടുത്തിട്ട് ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് വാങ്ങും, USD കൊടുത്തിട്ട് യൂറോ വാങ്ങും, അവിടെ USD കൊടുത്തിട്ട് ഓസ്ട്രേലിയൻ ഡോളർ വാങ്ങും. ഇവിടെ ജപ്പാനീസ് യെന്ന് കൊടുത്തിട്ടാണ് USD വാങ്ങുന്നത്. എന്താ കാരണം? USD എന്ന് പറയുന്നതിനാണ് വില കൂടുതൽ, ജപ്പാനീസ് യെന്നിന് വില കുറവാണ്. അപ്പോൾ വില കുറവുള്ളത് രണ്ടാമത് എഴുതും, മൂല്യം കൂടുതലുള്ളത് ആദ്യം എഴുതും. അപ്പോൾ എത്ര കോഡ് കറൻസി കൊടുത്തിട്ട് രണ്ടാമത് എഴുതുന്നതാണ് കോഡ് കറൻസി, ഒന്നാമത് എഴുതുന്നത് ബേസ് കറൻസി എന്ന് പറയും. അപ്പോൾ എത്ര കോഡ് കറൻസി കൊടുത്തിട്ടാണ് നമ്മളൊരു ബേസ് കറൻസി വാങ്ങുന്നത്, എത്ര ജപ്പാനീസ് യെന്ന് കൊടുത്തിട്ടാണ് ഒരു USD വാങ്ങുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വില. അതിൻ്റെ മൂല്യം 155.03 ജപ്പാനീസ് യെന്ന് കൊടുക്കുമ്പോൾ ഒരു US ഡോളർ ലഭിക്കും. ഇവിടെ 1.0613 US ഡോളർ കൊടുത്താൽ ഒരു യൂറോ ലഭിക്കും. അപ്പോൾ ഇവിടെ അതിൻ്റെ റേറ്റും കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതിൽ നമുക്ക് പറയാനുള്ളത്, ഇവിടെ 2 റേറ്റ് കാണാം, ഒന്നിന് നേരെ തന്നെ കേട്ടോ. യൂറോ USDക്ക് ഇവിടെ 2 റേറ്റ് ഉണ്ട്. ഇവിടെ ഒന്ന് നോക്കുകയാണെങ്കിൽ 1.0613 ഇവിടെ ഉണ്ട്, ഇവിടെ 1.4 ഇവിടെ രണ്ടാമത്തേൽ നോക്കുകയാണെങ്കിൽ 1.2743 ഇവിടെ 30 32 ഇവിടെ 155, അതുപോലെ തന്നെ ഇവിടെ 33 39, ഇവിടെ 16 ലാസ്റ്റ്, ഇവിടെയും 16 ഇവിടെ 27 28. അപ്പോൾ 2 റേറ്റ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഇതിനാണ് നമ്മൾ ബിഡ് എന്ന് പറയാം, രണ്ടാമത്തേന് ആസ്ക് എന്ന് പറയും. അതായത് നമുക്കൊരു കറൻസി വേണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് യൂറോ USD നമ്മൾ വാങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആരുടെ അടുത്തുനിന്നാണ് വാങ്ങുക? നമ്മളൊരു ബ്രോക്കർ അടുത്തുനിന്നാണ് ഇത് വാങ്ങുക, കറൻസി വാങ്ങുക ബ്രോക്കർ അടുത്തുനിന്നാണ്. അപ്പോൾ ഈ കറൻസി നമ്മൾ വാങ്ങുകയാണെങ്കിൽ അവർ നമുക്ക് നൽകുന്ന വില എന്ന് പറയുന്നത് ഈ വിലക്കൈക്കാരം. അതായത് അവർ ചോദിക്കുന്ന വിലയാണിത്, അവർ വാങ്ങുന്ന വില ഇതാണ്, അവർ വിൽക്കുന്ന വില രണ്ടാമത്തതാണ്. ബിഡാണ് ഇവിടെ കാണുന്നത്, ഇത് ആസ്ക് പ്രൈസാണ്, അത് അവർ ചോദിക്കുന്ന പ്രൈസാണ്. അതായത് നമുക്കൊരു യൂറോ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന രണ്ടാമത് കാണുന്ന ഈ പ്രൈസ് കൊടുക്കണം. അപ്പം നമ്മളിവിടെ പറഞ്ഞത് ഇതാണ്, 2 കറൻസി കൂടിയിട്ടാണ് ഒരു കറൻസി പെയർ ഉണ്ടാവുക. ആദ്യത്തെ കറൻസിക്ക് നമ്മൾ ബേസ് കറൻസി എന്നാണ് പറയാം, ബേസ് കറൻസി എന്ന് പറയും. രണ്ടാമത്തെ കറൻസിക്ക് കോഡ് കറൻസി എന്ന് പറയും. അപ്പോൾ ഈ 2 കറൻസികൾ കൂടിയിട്ട് ഒരു കറൻസി പെയർ ഉണ്ടാകും. ഇതിൽ രണ്ടാമത് വരുന്ന കറൻസിക്ക് വില കുറവായിരിക്കും, മൂല്യം കുറവായിരിക്കും, ഇതിന് മൂല്യം കൂടുതലായിരിക്കും. അതായത്
മൂല്യം കുറവുള്ള ഒരു കറൻസി കൊടുത്തിട്ടാണ് നമ്മൾ മൂല്യം കൂടുതലുള്ള ഒരു കറൻസി വാങ്ങുന്നത്. അതിൻ്റെ റേറ്റാണ്, അതായത് എത്ര USD കൊടുത്താൽ ഒരു ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെയുള്ള ഈ റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇനി അതേപോലെ തന്നെ എത്ര ജപ്പാനീസ് യെന്ന് കൊടുത്താലാണ്, ഇവിടെ എത്ര ജപ്പാനീസ് യെന്ന് കൊടുത്താലാണ് ഒരു USD കിട്ടുക എന്നുള്ളതാണ് ഇവിടെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 പ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞു. 2 പ്രൈസ് ഏതൊക്കെയാണ്? ഇപ്പോൾ ജപ്പാനീസ് യെൻ ആണെങ്കിൽ, അല്ലെങ്കിൽ അപ്പോൾ ഇവിടെ യൂറോ USD ആണ് എങ്കിൽ USD എത്ര കൊടുക്കണം? 1.0612 USD കൊടുത്താലാണ് നമുക്കൊരു യൂറോ ലഭിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ 2 വിലയുണ്ട്. ഒന്ന് ഇവിടെ ബിഡ്, ഇത് ബിഡ് എന്നാണ് പറയാം, ഇത് ആസ്ക് ആണ്. ആസ്ക് അതായത് നമ്മൾ ഈ യൂറോ USD പെയറുകളല്ല, അതായത് കറൻസി പെയറുകളെല്ലാം വാങ്ങുന്നത് എവിടെ നിന്നാണ്? ഒരു ബ്രോക്കറെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ബ്രോക്കറെ കയ്യിൽ നിന്ന് നമ്മൾ അവരോട് സാധനം വാങ്ങുമ്പോൾ, അതായത് നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ അവർ നമ്മൾക്ക് വിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന വിലയാണ് ഇവിടെ ആസ്കിലുള്ളത്. മനസ്സിലായോ? ആസ്ക് എന്ന് പറയുന്നത് അവർ നമുക്ക് നൽകുന്ന വിലയാണ്. അപ്പോൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഈ വിലക്ക് വാങ്ങണം, അതായത് കൂടിയ വില. ഇവിടെ കണ്ടോ, ലാസ്റ്റ് ഡിജിറ്റ് നോക്കൂ നിങ്ങൾ, ഇവിടെയുള്ള ലാസ്റ്റ് ഡിജിറ്റും ഇവിടെയുള്ള ലാസ്റ്റ് ഡിജിറ്റും നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ 12 ആകുമ്പോൾ ഇത് 11 ആവും. ഇവിടെ 9 ആണ്, ഏറ്റവും ലാസ്റ്റ് 9, ഇവിടെ 5 ആണ്. ചെറിയ മാറ്റമുണ്ട്, അതായത് കുറച്ച് കൂടിയ വിലക്കാണ് അവർ നമുക്ക് തരിക. ഇവിടെ 13 ആണ്, ഇവിടെ 12 ആണ്. കണ്ടോ? അതുപോലെ തന്നെ ഇത് 5 ആകുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ഇത് വിലക്ക് മാറ്റുന്നുണ്ട്, ചെറിയ വിലക്ക് മാറ്റുന്നുണ്ട്. ഇനി മറ്റൊരു സ്ഥലത്ത് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ഇത് 43 ആണ്, ഇത് 48 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 45-ന് വാങ്ങിയാൽ 45-നെ വാങ്ങാൻ കഴിയുള്ളൂ. ഇനി നമ്മൾ വാങ്ങിയൊരു സാധനം വിൽക്കണമെന്ന് വിചാരിക്കുക, നമ്മളെ കയ്യിലുള്ളത് വിൽക്കണം. അപ്പോൾ അവർ വാങ്ങാൻ തയ്യാറായി നിൽക്കുന്ന വിലയാണ് ഇത് ബിഡ്. അവർ വാങ്ങുക ഇത്രക്കാണ്, അവർ വിൽക്കുന്നത് ഈ റേറ്റിനാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ വാങ്ങുന്നത് കുറച്ച് കൂടിയ വിലക്കാണ്. അങ്ങനെ വാങ്ങി 44-ന് വാങ്ങിയാൽ നമുക്ക് വിൽക്കാൻ എത്രക്കേ കഴിയുള്ളൂ? 38-നേ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ഏകദേശം 6 പോയിൻ്റിൻ്റെ, അതായത് ഒരു പോയിൻ്റ് കഴിഞ്ഞ് 0.006-ൻ്റെ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് നഷ്ടമായിരിക്കും. ഈ മാറ്റമാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അതായത് ആ സ്പ്രെഡാണ് ഈ ബ്രോക്കറുടെ കമ്മീഷൻ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്നുകൂടി പറയാം. ഇവിടെ വാങ്ങുന്നതും വിൽക്കുന്നതും, അതായത് ഒരു ബ്രോക്കറുടെ കയ്യിൽ നിന്നാണ് നമ്മൾ അസറ്റ് ക്ലാസ്സുകൾ വാങ്ങുക. നേരിട്ട് നമുക്ക് വാങ്ങാൻ കഴിയില്ല. അപ്പോൾ ഒരു ബ്രോക്കറാണ് നമുക്ക് നൽകുക. അപ്പോൾ അവർ നമുക്ക് നൽകുമ്പോൾ ഒരു അസറ്റ് നമുക്ക് നൽകുന്നത് അവർ ചോദിക്കുന്ന വില എന്താണ്? ആസ്ക് പ്രൈസ് ഇതാണ്, അതായത് കുറച്ച് കൂടിയ വിലയാണ്. ഇവിടെ 47 ആണ്. അപ്പോൾ ഇവിടെ എത്രയേ ഉള്ളൂ? 40 ഉള്ളൂ അല്ലേ. അപ്പോൾ അവർ നമുക്ക് നൽകുക 47-നാണ്, അവർ നമുക്ക് നൽകുക 47. അപ്പോൾ നമ്മൾ ബൈ ചെയ്യുമ്പോൾ ഈ റേറ്റ് കൊടുക്കണം. ഇനി നമ്മൾ സെല്ല് ചെയ്യുകയാണ്, നമ്മൾ വിൽക്കുകയാണെങ്കിലോ അവർ വാങ്ങാൻ തയ്യാറായിട്ടുള്ള ഏത് റേറ്റിനാണ്? ഈ റേറ്റിനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കുറച്ച് കൂടിയ വിലക്ക് നമ്മൾ വാങ്ങുകയും വില കുറച്ച് നമ്മൾ വിൽക്കുകയും ചെയ്യണം. അതായത് അപ്പോൾ ഈ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇവിടെ നമുക്ക് നോക്കിയാൽ 47-ൽ നിന്ന് 41 കുറക്കുകയാണെങ്കിൽ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള വില വ്യത്യാസം എത്ര ഉണ്ട്? 0.0, ഇവിടെ 44, 50. അപ്പോൾ 0.6-ൻ്റെ വ്യത്യാസമുണ്ട്. 0.6-ൻ്റെ വ്യത്യാസമുണ്ട്. 0.0006 അല്ലേ? അപ്പോൾ അത്ര വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസത്തെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുക. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൊടുക്കേണ്ട കമ്മീഷൻ അതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു സാധനം വാങ്ങി അപ്പോൾ തന്നെ വിൽക്കുകയാണെങ്കിൽ അവർ കുറച്ച് വില കുറച്ചിട്ടാണ് നമ്മളിൽ നിന്ന് വാങ്ങുക. അപ്പോൾ അതാണ് അവരുടെ ലാഭം, അതായത് ബ്രോക്കേഴ്സിൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ അവർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അതാണ് സ്പ്രെഡ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഇൻ്റർഫേസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടി പറയാം. നമുക്ക് ഇത് നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഇത് ക്ലോസ് ചെയ്തു. ഇത് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. ആപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മെറ്റാട്രേഡർ 5 സെലക്ട് ചെയ്തു. അപ്പോൾ അത് ഓപ്പണായി വരുമ്പോൾ ഏറ്റവും ഫസ്റ്റിൽ കാണുന്ന ഇതാണ് കോഡ്സ്. ഇവിടെ താഴെ കാണാൻ കോഡ്സ്, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ലിസ്റ്റുകൾ, അതായത് ഇതിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഓരോരോ അസറ്റുകളുടെ പേരുകൾ കാണാം, അതിൻ്റെ റേറ്റും ഇവിടെ കാണാം. ഇതിൽ നിന്ന് ഏതാ വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ബൈ ചെയ്യുക, സെല്ല് ചെയ്യുക എന്നുള്ളത്. ഇവിടെ ഏറ്റവും താഴെ
കോഡ്സ്, അതിനടുത്തായി കാണുന്നത് ചാർട്ടാണ്. അതായത് ഇതിൻ്റെ വില വ്യത്യാസം ഗ്രാഫിക്കലായിട്ട് ചിത്രരൂപേണ നമുക്ക് കാണിച്ചു തരുന്നതാണ് ഇവിടെ ചാർട്ട് എന്ന് പറയുന്നത്. അതായത് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഇതിലുള്ളത്. ചാർട്ട് നെക്സ്റ്റ് ഇവിടെ ട്രേഡാണ്. നമ്മൾ എടുക്കുന്ന ട്രേഡും മറ്റു കാര്യങ്ങളും ഇവിടെ കാണാം. ഇവിടെ നമ്മൾ ടോട്ടൽ ബാലൻസ് കാണാം. നമ്മളിതിൽ എത്രയാണുള്ളത്? $10,000 ഉണ്ട്. ഇവിടെ നമ്മളെ അടുത്ത് കയ്യിൽ ബാലൻസ് എത്രയുണ്ട്? $10,000 ഉണ്ട്. അതായത് $10,000 ഇക്വിറ്റി ഫ്രീ മാർജിൻ. അതായത് നമ്മൾ ഇതിലൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും. നെക്സ്റ്റ് ഇവിടെ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അതിൻ്റെ ലാഭമാണോ നഷ്ടമാണോ എത്ര ട്രേഡ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കാണാം. ഇവിടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് കാണാം. ഡെപ്പോസിറ്റ് $10,000 ആണ്. സ്വാപ്പ് ചാർജ്, കമ്മീഷന്, ബാലൻസ് എല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഡേറ്റും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഡേറ്റും സമയമൊക്കെ. പൊസിഷൻ ഇവിടെ കാണാം. ഓർഡർ ഉണ്ട്, ഡീലുണ്ട്. നമ്മൾ ഓരോന്ന് പറയും. ഇവിടെ പൊസിഷൻ, ഓർഡർ, ഡീല്. അതുപോലെ തന്നെ ഇപ്പോൾ എന്തിലുള്ളത്? ഡീലിലാണുള്ളത്. അല്ലെങ്കിൽ ഇവിടെ പോയാൽ നമുക്ക് നമ്മളെ പൊസിഷൻസ് കാണാം. നെക്സ്റ്റ് ഉള്ളത് മെസ്സേജുകളാണ്. മെസ്സേജുകൾ നമുക്ക് എന്തെങ്കിലും അലർട്ടോ മറ്റു മെസ്സേജൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മെസ്സേജിലുണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കോഴ്സാണ് ഏറ്റവും ഫസ്റ്റിലത്തെ വരുന്നത് കോഴ്സാണ്. കോഴ്സിലാണ് നമ്മൾ അസറ്റ് ക്ലാസ്സുകളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അസറ്റ് ക്ലാസ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മൾ ഇതിൽ നിന്ന് ഉപയോഗിക്കുന്ന ഏതാണ് വേണ്ടത്? ഇപ്പോൾ യൂറോ USD ആണ് എങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേപോലെ ഒരു ഇത് വരും, പോപ്പപ്പ് വരും. ഇതിൽ നിന്ന് നമുക്ക് ചാർട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ യൂറോ USDയുടെ ചാർട്ടിലേക്ക് വരും. യൂറോ USDയുടെ ചാർട്ടിലേക്ക് വരും. അതായത് കോഴ്സ് ഇവിടെ ഉണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ ഇപ്പോൾ USD JPYയിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇതേ രീതിയിൽ ലിസ്റ്റ് വരും. അതിൽ ചാർട്ടിൽ ക്ലിക്ക് ചെയ്താൽ USD JPYൻ്റെ ചാർട്ട് കാണാൻ കഴിയും. അങ്ങനെ ഇവിടെ നിന്നും നമുക്ക് ഏതിലാണോ ട്രേഡ് ചെയ്യേണ്ടത്, ഏതാണോ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. AUD USD സെലക്ട് ചെയ്താൽ ഇവിടെ അതിൻ്റെ പോപ്പപ്പ് വരും. ഇതിൽ ചാർട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചാർട്ടാണ് ഇവിടെ ചാർട്ട് വിൻഡോയിൽ കാണുക. അപ്പോൾ കോഴ്സ് ചാർട്ട്. അപ്പോൾ ഏതിൻ്റെ ചാർട്ട് വേണം എന്നുള്ളത് നമ്മൾ കോഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ചാർട്ടിലേക്ക് എടുത്തു വെക്കുക. അപ്പോൾ അതിൻ്റെ ചാർട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ നിന്നുമാണ് നമ്മൾ ബൈയും സെല്ലും അടിക്കുന്നത്. അങ്ങനെ ബൈയും സെല്ലും അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ട്രേഡിൽ അത് കാണാൻ കഴിയും. ട്രേഡിൽ എത്ര ബിസിനസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ബിസിനസ് ഉണ്ടോ, മറ്റു ഡീറ്റെയിലൊക്കെ കാണാൻ കഴിയും. നമ്മൾ ചെയ്ത ബിസിനസ്സിൻ്റെ ഹിസ്റ്ററി നമുക്ക് ഹിസ്റ്ററിയിൽ കാണാൻ കഴിയും. അതിനുശേഷം ഇവിടെ മെസ്സേജ് ഉണ്ട്. മെസ്സേജ് വല്ലതും വന്നാൽ നമ്മൾ പ്രധാനമായിട്ടും ഈ 4 വിൻഡോകളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഇൻ്റർഫേസ് ഒന്ന് പരിചയപ്പെടുക, അത് അത്രയാണ് ഈ ചാപ്റ്ററിൻ്റെ ഉദ്ദേശം. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.